ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നേരം വെളുത്തപ്പോഴേ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ. ചെടികളൊക്കെ ഇങ്ങനെ വലുതായിട്ടുണ്ടോ, അവരൊക്കെ എത്രത്തോളം പൂവിട്ടിട്ടുണ്ട്, മുളക് വലുതായിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു കാഴ്ചയും കൂടി കണ്ടു. വേറെ ഒന്നല്ല, നമ്മുടെ പുറത്തു കൂടെ പോണ പൂച്ചക്കും പട്ടിക്കൊക്കെ നമ്മുടെ മുറ്റം കാണുമ്പോൾ എന്താണ് വപ്പിടാനെന്ന് തോന്നും. മിക്ക ദിവസവും ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നപ്പോഴത്തേന് ഏകദേശം സമയം കുറച്ചായി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകണല്ലോ, അപ്പോൾ പെട്ടെന്ന് തക്കാളിയും പച്ചമുളകും ഇതൊന്നും വഴറ്റിയിട്ട് ഉണ്ടാക്കാനുള്ള സമയമില്ല, കറി ഉണ്ടാക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയോ, കുറച്ച് തേങ്ങ എടുത്തു. ആ തേങ്ങയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തു കേട്ടോ. ഈ അരച്ചെടുത്ത മിക്സിനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഈ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. ആ തിളപ്പിച്ചതിലേക്ക് ഒരു 2 മുട്ട നമ്മൾ അടിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ മുട്ട തിളച്ച് വരുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഇതിലേക്ക് വേറെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു തക്കാളിയോ സവോളയോ പച്ചമുളകോ ഒന്നും ചേർത്തിട്ടില്ല, എണ്ണ പോലും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു കറി ഉണ്ടോ ചോദിച്ചാൽ അത് എനിക്കറിയില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കിയത് പൂരിയാണ്. പൂരിയും ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.